ഞാൻ ഈ വാഹനം ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് നല്ലൊരു ഫീലാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ. ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ള ഇഗ്നിസ് ആയിട്ടാണ്. മാരുതിയുടെ തന്നെ ഏറ്റവും ചെറിയൊരു വാഹനം കൂടിയാണ് ഇഗ്നിസ്. പക്ഷേ യാത്രാസുഖവും അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ടും വളരെ കൂടുതലാണ് തരുന്നത്. ജപ്പാനിലൊക്കെ 2000 മുതൽ തന്നെ ഇഗ്നിസ് വാഹനം നിരത്തുകളിലുണ്ട്, അതുപോലെ തന്നെ യൂറോപ്പിലും. പക്ഷേ ഇന്ത്യയിൽ വളരെ കുറവാണ് നിരത്തുകളിൽ ഇഗ്നിസിൻ്റെ ഒരു സാന്നിധ്യം. എന്നിരുന്നാലും വളരെ നല്ലൊരു വാഹനം കൂടിയാണ് ഇഗ്നിസ്. ഇഗ്നിസിൻ്റെ ഫ്രണ്ട് ലുക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഹെഡ്ലൈറ്റ് ആണെങ്കിലും ബമ്പർ ആണെങ്കിലും ബോണറ്റ് ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വശങ്ങളിൽ നിന്നുള്ള വ്യൂ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇഗ്നിസിനുള്ളത്. 4 സിലിണ്ടറോട് കൂടി വരുന്ന വാഹനത്തിൻ്റെ CC 1100 CC ആണ്. അതുപോലെ തന്നെ വാഹനത്തിന് കിട്ടുന്ന മൈലേജ് 17 കിലോമീറ്ററാണ്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ ബോറായിട്ട് തോന്നിയേക്കാം. ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ആണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ ചാനലിൽ ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ട്രാവൽ, റിവ്യൂ, അങ്ങനെ ഒരുപാട് വീഡിയോ. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇൻറ്റീരിയലാണ് വരുന്നത്. ഒരു പ്രീമിയം ക്വാളിറ്റി. നമ്മൾ ബാക്ക് സീറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാല് മുട്ടുന്ന അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബാക്കിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ഇതിൽ. എൻ്റെ അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കാല് മുട്ടുന്നു അങ്ങനെയുള്ള ഒരു പ്രോബ്ലവും ഇല്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിലാണെങ്കിലും യാത്രക്ക് പ്രത്യേകിച്ചിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് ഓപ്പണായി വരും ബൂട്ട്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബൂട്ട് സ്പേസും ഇത് നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ ഇഗ്നിസ് ഡ്രൈവ് ചെയ്യാണ്. മാരുതി മറ്റ് വാഹനങ്ങളിലില്ലാത്തൊരു ഫീലാണ് നമുക്ക് ഇഗ്നിസ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളത്. കാരണം വണ്ടി നല്ലൊരു വെയിറ്റ് നമുക്ക് തോന്നുന്നുണ്ട് ഇത് ഓടിക്കുമ്പോൾ തന്നെ. മറ്റ് മാരുതിയുടെ വാഹനങ്ങൾ ഓടിക്കുന്നതിനേക്കാളും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ കംഫർട്ടായിട്ട് പറ്റുന്നുണ്ട്. വെയിറ്റ് വളരെ തോന്നിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വാഹനം നമുക്ക് ഒരു കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇഗ്നിസിൻ്റെ വളരെ എടുത്തു പറയേണ്ടതാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ് മാരുതി ഇഗ്നിസിനുള്ളത്. നമുക്ക് എത്ര ലോങ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ടയർഡ്നെസ്സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഇല്ല. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സീറ്റിംഗ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാനും പറ്റും. കൂടുതൽ യാത്ര ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരു ടയർഡ്നെസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു കുഴിയിലിരുന്നിട്ട് ഓടിച്ചു പോകുന്ന ഒരു ഫീലല്ല നമുക്കുള്ളത്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ നടുവെല്ലാം നിവർത്തിയിട്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇഗ്നിസ് ഓടിക്കുമ്പോൾ നമുക്കുള്ളത്. ഞാൻ ഈ വാഹനം ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് നല്ലൊരു ഫീലാണ് ഈ വാഹനം ഓടിക്കുമ്പോൾ. ലോങ് ഡ്രൈവ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിറ്റിയിലൊക്കെ ഡ്രൈവ് ചെയ്യാറുണ്ട്. ചെറിയ സ്പേസ് മതി ഇതിനെവിടെയും കയറി പോകാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും അത്യാവശ്യം നല്ല പവറും AC ഇടുമ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലമോ കയറ്റത്തിൽ പോകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലവും ഇല്ല. നമുക്ക് സാധാരണ ഇപ്പോൾ ആൾട്ടോ ഒക്കെ നമ്മൾ മുമ്പ് ഉപയോഗിക്കുമ്പോൾ ആൾട്ടോ ഒക്കെ AC ഇട്ട് കഴിഞ്ഞെങ്കിൽ കയറ്റം കയറുമ്പോൾ ഒക്കെ വലിയില്ലാത്തൊരു പ്രോബ്ലം. പക്ഷേ ഇത് ചെറിയ വാഹനമാണ് ആൾട്ടോ പോലെ, പക്ഷേ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് കംഫർട്ടും അതുപോലെ തന്നെ യാത്രാസുഖവും തരുന്നുണ്ട് ഈ ഇഗ്നിസിൽ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു കംഫർട്ട് ലെവല്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നമുക്ക് അത്യാവശ്യം ഒരു താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ പോകുമ്പം അടിമുട്ടുന്ന ഒരു പ്രോബ്ലം ഈ വാഹനത്തിനില്ല. 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണിത്.